കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. അവശേഷിക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവും ഇന്നും നാളെയുമായി പൂർത്തിയാക്കും. പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഇന്ന് തന്നെ പ്രചാരണ രംഗത്ത് സജീവമാകും. നേതാക്കളുടെ പരാതികൾ പരിഹരിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അമൽ തേനമ്പറമ്പൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ബാക്കിയുള്ളവരുടെയും പട്ടികകളൊക്കെ തീരുമാനമാകുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ സജീവമായി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്യുമല്ലോ. വിശദാംശങ്ങൾ എന്താണ് അമൽ? ഇനി ആകെ 22 ദിവസമാണ് പ്രചരണത്തിനായുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സജീവമായി രംഗത്തിറങ്ങേണ്ട സമയമായി കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെ കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം ആളുകളും റോഡ് ഷോയുമായി സജീവമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂടി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾ കൂടി ഇറങ്ങിയില്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാകുമെന്നുള്ള നല്ല ബോധ്യം നേതൃത്വത്തിനുണ്ട്. ഇന്ന് ആദ്യഘട്ട പട്ടിക ഉണ്ടാകും. ആദ്യഘട്ട പട്ടിക എന്ന് പറയുമ്പോൾ സിറ്റിംഗ് MLA-മാരിൽ പെരുമ്പാവൂർ, അതോടൊപ്പം തൃപ്പൂണിത്തുറ, പാലക്കാട് ഈ 3 സീറ്റുകൾ ഒഴിച്ചിട്ടുള്ള പ്രഖ്യാപനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു അവസരം കൂടി നൽകി ബാക്കി 2 സീറ്റുകൾ ഒഴികെയുള്ള സിറ്റിംഗ് MLA-മാരെല്ലാവരും തൃപ്പൂണിത്തുറയും പാലക്കാടും ഒഴികെയുള്ള എല്ലാവരെയും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഒറ്റപ്പേരിലേക്ക് എത്തിയ മറ്റ് ചില മണ്ഡലങ്ങളുമുണ്ട്. അങ്ങനെ 31 പേരുടെ പട്ടിക ഇതിനോടകം തന്നെ തയ്യാറാണ്. ആ പട്ടികയ്ക്കും അപ്പുറത്തേക്ക് ഒരു 50 പേരുടെയെങ്കിലും ആദ്യ പട്ടികയിൽ 50 പേരെങ്കിലും ഉൾപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 50 പേരുടെ പട്ടിക ഇന്ന് പുറത്തു വരും. അതിനുശേഷം പിന്നീടുള്ള സീറ്റുകളുണ്ട്. ആ സീറ്റുകളിലേക്കും പിന്നീട് അവശേഷിക്കുന്നത് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ്. ആ സീറ്റുകളിലേക്കുള്ള തീരുമാനവും അധികം വൈകാതെ ഉണ്ടാകും. കാരണം ഇനിയും വൈകിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാകില്ല എന്നുള്ള ഒരു തീരുമാനവും ഒരു ബോധ്യവുമാണ് നേതൃത്വത്തിനുള്ളത്. ചെറിയ പരിഭവങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ ഇന്നലെ രാത്രി തന്നെ നടന്നിരുന്നു. സംസാരങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. ഇന്നത്തോടെ അത് പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും 2ാം ഘട്ട പട്ടികയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. മാത്രമല്ല ഇനിയിപ്പോൾ പരിഭവം പ്രകടിപ്പിച്ച് രംഗത്തെത്തുന്ന നേതാക്കളുടെ പരിഭവങ്ങൾക്ക് പരിഗണന ലഭിക്കാനുള്ള ഒരവസ്ഥ വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം ഇനി ആ പരിഗണനയും കേട്ടിരുന്നാൽ അല്ലെങ്കിൽ ആ പരിഭവവും കേട്ടിരുന്നിട്ട് അതും പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് എങ്കിൽ പട്ടിക വൈകും എന്നുള്ളതിനാൽ തന്നെ അത്തരം പരിഭവങ്ങൾക്ക് ഇനിയിപ്പോൾ വലിയ പ്രാധാന്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല. നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന പേരുകൾ അല്ലെങ്കിൽ ഒറ്റപ്പേരിലേക്ക് എത്തിയിരിക്കുന്ന പേരുകളെല്ലാം അധികം വൈകാതെ പ്രഖ്യാപിക്കും. 2ാം ഘട്ട പട്ടികയിൽ മുഴുവൻ സീറ്റുകളും പ്രഖ്യാപിച്ച് സജീവമായി രംഗത്തിറങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും കേരള കോൺഗ്രസുമായുള്ള ചർച്ചകളും എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് കേരള കോൺഗ്രസ് 2 സീറ്റ് വിട്ടു നൽകും എന്നുള്ളതാണ് ഒടുവിലത്തെ ധാരണ. ഇടുക്കി അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ സീറ്റുകൾ വിട്ടു നൽകും. 4 സീറ്റാണ് ചോദിച്ചത്, പക്ഷേ 2 കൊടുക്കും. ലീഗുമായുള്ള ചർച്ചകളും പൂർത്തിയായിരിക്കുന്നു. ചില വെച്ചുമാറ്റ ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഏതാണ് എന്ന കാര്യത്തിൽ തുറന്നു പറച്ചിലിനൊന്നും പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ VK കുഞ്ഞാലിക്കുട്ടിയും ഒന്നും തയ്യാറാകുന്നില്ല. ഇന്ന് ആ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരും. ഇന്ന് വൈകുന്നേരത്തോടെ എന്തായാലും കേരളത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം UDF വേഴ്സസ് LDF എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തിയാകും. ഇനി അറിയാനുള്ളത് BJPയുടെ കാര്യം കൂടിയാണ്. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് എല്ലാവരും ഇറങ്ങുകയാണ്, സജീവമാവുകയാണ്. അപ്പോൾ അധികം വൈകാതെ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിൻ്റെ പട്ടികയുടെ പ്രഖ്യാപനം എത്രയും വേഗം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് 10 മണി 12 മണി അടക്കമുള്ള സമയത്തിനുള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം തീരുമാനിക്കുന്നത് അങ്ങ് ഹൈക്കമാൻഡിൽ നിന്നാണ്, ഡൽഹിയിൽ നിന്നാണ്. അവിടെ നിന്നാണ് പ്രഖ്യാപനം വരേണ്ടത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഡൽഹിയിലാണ് ഉള്ളത്. പ്രഖ്യാപനവും അവിടെ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.